ദ ജേർണലിസ്റ്റിലേക്ക് ഗസയിലേക്ക് ഇസ്രായേൽ നടത്തുന്ന വ്യോമാക്രമണത്തിന്റെ തോത് വർദ്ധിച്ചതിനെ തുടർന്ന് അതിവേഗം മരണസംഖ്യ കുതിച്ചുയരുകയാണ്. 22,000-ലധികം സാധാരണക്കാർ ഗസയിൽ മരിച്ചു എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന കണക്കുകൾ. ഇനിയും ആക്രമണം രൂക്ഷമാകുമെന്ന് നെതന്യാഹു മുന്നറിയിപ്പ് നൽകുന്നു. എന്നാൽ അതേ സമയത്ത് തന്നെ ഇസ്രായേലിനെതിരെയും ശക്തമായ നിലപാടുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഹമാസ്. ഹമാസ് ഇപ്പോൾ പറയുന്നത് തങ്ങളുടെ തലവനെ ലെബനനിൽ വധിച്ചതിന് അതിശക്തമായ മറുപടി കൊടുക്കുമെന്നാണ്. അതിനുള്ള നീക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞുവെന്ന് ഹമാസ് വ്യക്തമാക്കുന്നുണ്ട്. അതോടൊപ്പം ഇതോടനുബന്ധിച്ച് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് പറയുന്നത് ഗസയിൽ ഇസ്രായേൽ സൈന്യത്തിന്റെ ബുദ്ധികേന്ദ്രമായി പ്രവർത്തിച്ചിരുന്ന കേന്ദ്രം തകർത്തു എന്നുള്ളതാണ്. IDF ട്രൂപ്പുകൾക്ക് നേരെ അൽഗസാം ബ്രിഗേഡ് ജബലിയ അൽ ബദലിൽ നടത്തിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഈ ദൃശ്യങ്ങളെല്ലാം തന്നെ IDF അതിശക്തമായ തിരിച്ചടികൾ ഗസയിൽ നേരിടുന്നു എന്നുള്ളതിന്റെ പ്രകടമായ ഉദാഹരണമാണ് എന്ന് മാത്രമല്ല, ഗസയിലെ ഓപ്പറേഷനുകൾ, കരയുദ്ധ ഓപ്പറേഷനുകൾ നിയന്ത്രിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട ബുദ്ധി കേന്ദ്രം തകർത്തു തരിപ്പണമാക്കാൻ തങ്ങൾക്ക് കഴിഞ്ഞുവെന്നാണ് അൽഗസാം ബ്രിഗേഡ് പറയുന്നത്. എന്ന് വെച്ചാൽ ഗസയിൽ ഞങ്ങൾ എല്ലാം പിടിച്ചെടുത്തിരിക്കുന്നു, ഗസയെ രണ്ടാക്കി, നോർത്തേൺ ഗസയും സദേൺ ഗസയുമാക്കി മാറ്റി. അതിൽ നോർത്തേൺ ഗസ പൂർണ്ണമായും ഞങ്ങളുടെ കയ്യിലാണ്. അവിടെ നിന്ന് സദേൺ ഗസയിലേക്ക് പോയ ആളുകളെ അവിടെ ഹമാസിന്റെ ആളുകളുണ്ട് എന്ന് പറഞ്ഞ് ഇസ്രായേൽ സൈന്യം ആക്രമിക്കുന്നു. സദേൺ ഗസയിലും ആക്രമണം കടുപ്പിക്കുന്നു. ഖാൻ യൂണിസിലും വ്യോമാക്രമണം രൂക്ഷമാക്കുന്നു. അങ്ങനെ മൊത്തം ഞങ്ങളുടെ കയ്യിലാണ് എന്ന് ഇസ്രായേൽ സൈന്യം അവകാശപ്പെടുന്നതിനിടയിലാണ് തങ്ങളുടെ കൈവശമുണ്ട് എന്ന് അവകാശപ്പെടുന്നിടത്ത് ഹമാസിന്റെ അതിരൂക്ഷമായ ഒരു മിന്നൽ ആക്രമണം നടന്നിരിക്കുന്നത്. നോർത്തേൺ ഗസ പിടിച്ചെടുത്തു എന്ന് പറയുന്ന ഇസ്രായേൽ സൈന്യത്തെ വെല്ലുവിളിച്ചുകൊണ്ട് നോർത്തേൺ ഗസയിൽ നിന്ന് തന്നെ ഇസ്രായേൽ സൈന്യത്തിന്റെ ബുദ്ധികേന്ദ്രം തകർത്തു കളയുന്ന വീഡിയോകളാണ് അൽഗസാം ബ്രിഗേഡ് പുറത്തുവിട്ടിരിക്കുന്നത്. അതായത് ഇസ്രായേൽ നടത്തുന്ന അവകാശവാദങ്ങൾ പൊള്ളയാണ്. ഇത് ഗസയിൽ ഒരിക്കലും ഹമാസ് അപ്രസക്തമായിട്ടില്ല, അല്ലെങ്കിൽ ഗസ പൂർണ്ണമായും ഇസ്രായേലിന്റെ കൺട്രോളിലായിട്ടില്ല എന്ന് ലോകത്തോട് ഹമാസ് വിളിച്ചു പറയുന്ന വിധത്തിലാണ് ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നത്. ജബലിയ അൽ ബലദ് എന്ന സ്ഥലത്ത് അവിടെ ഓപ്പൺ ഫൈറ്റ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഇസ്രായേൽ സൈന്യം പിടിച്ചെടുത്തു എന്ന് പറയുന്ന പ്രദേശത്ത് ഹമാസിന്റെ ആളുകൾ, അൽഗസാം ബ്രിഗേഡിന്റെ ആളുകൾ പൂണ്ടുവിളയാടുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വരുന്നത്. അവിടെ നമുക്ക് ആ ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ കാണാം, അൽഗസാം ബ്രിഗേഡിന്റെ ആളുകൾ ഇങ്ങനെ നടന്നു നീങ്ങുന്നുണ്ട്. ആ ആളുകൾക്ക് നേരെ അതിശക്തമായ ഒരു ആക്രമണം നടക്കുകയാണ്. അതായത് IDFന്റെ സൈനികർ നടന്നു പോകുമ്പോൾ, അല്ലെങ്കിൽ അവർ കെട്ടിടങ്ങൾ ടാർഗറ്റ് ചെയ്ത് ഹമാസിന്റെ ആളുകളെ കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ, ബന്ദികളെ കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ, ടണലുകളുടെ ഓപ്പണിംഗ് പരിശോധിക്കുമ്പോൾ ഇത് തൊട്ടടുത്ത് നിന്ന് ഹമാസിന്റെ ആളുകൾ കാണുകയാണ്. അൽഗസാം ബ്രിഗേഡ് അത് നിരീക്ഷിക്കുകയാണ്. ഇത് രണ്ടും ചേർത്തുള്ള വീഡിയോ ആണ് ഇപ്പോൾ അവർ പുറത്തുവിടുന്നത്. അതായത് IDF സൈന്യം ഗസയിൽ ഒന്നും ചെയ്തിട്ടില്ല, IDF സൈന്യത്തെ ഗസയിൽ ഞങ്ങൾ പിന്തുടർന്ന് അടിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അൽഗസാം ബ്രിഗേഡ് പറയുന്നു. അവര് ആ വീഡിയോ പുറത്തുവിടുന്നതിന്റെ കൂടെയാണ് അവിടെ കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്ന, അതായത് അവിടുത്തെ ഓപ്പറേഷനുകൾക്കൊക്കെ നേതൃത്വം കൊടുത്തിരുന്ന ഒരു കമാൻഡ് ഓഫീസ് ഉണ്ട്. ആ കമാൻഡ് ഓഫീസാണ് തകർത്തതായി വീഡിയോകളുടെ അടക്കം പിന്തുണയോടുകൂടി അൽഗസാം ബ്രിഗേഡ് അവകാശപ്പെടുന്നത്. അതായത് കമാൻഡ് ഓഫീസ് എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. അത് ആ മേഖലയിലെ സൈനിക നീക്കങ്ങൾ മുഴുവൻ കൺട്രോൾ ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. അവിടെ നിന്നാണ് നിർദ്ദേശങ്ങൾ പോവുക, കമാൻഡുകൾ വരിക, നിങ്ങൾ അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകും എന്നൊക്കെ പറഞ്ഞ് ടാങ്കുകൾ നിയന്ത്രിക്കുന്നതും കരയുദ്ധത്തിന് പോകുന്ന സൈനികരെ, സ്പെഷ്യൽ ആംഡ് ഫോഴ്സ്, സ്പെഷ്യൽ ഫോഴ്സ്, ഇസ്രായേലി സൈന്യത്തിന്റെ സ്പെഷ്യൽ ഫോഴ്സാണ് ഈ പറയുന്ന ടണലുകളുടെ എൻഡിങ്ങുകളും അതുപോലെ തന്നെ ബന്ദികളെയും ഒക്കെ കണ്ടെത്താനുള്ള പ്രത്യേക ചുമതലയുള്ള ടീമാണ്. ആ ടീമുകൾക്കൊക്കെ നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന കമാൻഡിംഗ് ഓഫീസ് അങ്ങനെ തന്നെ തകർത്തു കളഞ്ഞു എന്ന് അൽഗസാം ബ്രിഗേഡ് പറയുന്നു. അവർ പറയുന്നത് ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ഉപകരണം അല്ലെങ്കിൽ ആയുധം എന്ന് പറയുന്നത് ഗ്രനേഡ് കണക്ട് ചെയ്ത റോക്കറ്റുകളാണ്. അതായത് ഗ്രനേഡ് കണക്ട് ചെയ്ത റോക്കറ്റുകൾ നേരെ, അല്ലെങ്കിൽ ഡ്രോണുകൾക്ക് സമാനമായ വസ്തുക്കൾ നേരെ ഈ ഓഫീസിലേക്ക് അയച്ച് അത് പൊട്ടിച്ചു കളഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പൊ അൽഗസാം ബ്രിഗേഡ് ഈ ദൃശ്യങ്ങളൊക്കെ പുറത്തുവിട്ട് ഗസയിൽ ഞങ്ങളും തിരിച്ചടിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഗസ പൂർണ്ണമായും, പ്രത്യേകിച്ച് നോർത്തേൺ ഗസ പൂർണ്ണമായും പിടിച്ചെടുത്തു എന്നുള്ള ഇസ്രായേലിന്റെ വാദങ്ങൾ ഒരു വലിയ ചോദ്യചിഹ്നമായി മാറുകയാണ്. അത് പൊള്ളയായിരുന്നോ ഈ വാദങ്ങളെന്ന് ലോകം ചോദിക്കുകയാണ്. അതായത് IDF സൈന്യത്തിന്റെയും അല്ലെങ്കിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെയും തുടർച്ചയായ അവകാശവാദങ്ങൾ, ഞങ്ങളെല്ലാം പിടിച്ചെടുത്തു, ഫുൾ ഞങ്ങളുടെ കൺട്രോളിലാണ്, ഞങ്ങൾ ഇത് 2ആക്കി 4ആക്കി എന്നൊക്കെ പറയുന്ന ആ വാദങ്ങളുണ്ടല്ലോ, അതൊക്കെ വെറും പൊള്ളയാണ്. ഈ പിടിച്ചെടുത്ത പ്രദേശങ്ങളിലും ഞങ്ങളുടെ ആളുകൾ സ്വൈരവിഹാരം നടത്തുകയാണ് എന്ന് അൽഗസാം ബ്രിഗേഡ് ദൃശ്യങ്ങളുടെ സഹായത്തോടെ ചൂണ്ടിക്കാണിക്കുകയാണ്. TBG ഷെൽ ഉപയോഗിച്ച്
ഒരു ഫീൽഡ് ലെവൽ കമാൻഡിംഗ് ഓഫീസ് തകർത്തു. അതായത് നേരത്തെ പറഞ്ഞ ആ റോക്കറ്റുകളുടെ കൂടെ തന്നെ TBG ഷെല്ലും ഈ തകർക്കൽ പ്രക്രിയയ്ക്ക് വേണ്ടി ഉപയോഗിച്ചു എന്നാണ് അൽഖസാം ബ്രിഗേഡ് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു നീക്കത്തിലൂടെ ആ ഭാഗത്തുള്ള, അതായത് നോർത്തേൺ ഗസയിൽ ഈ ആക്രമണം നടന്ന ജബലിയ അൽ ബദൽ പ്രദേശത്തുള്ള ഗ്രൗണ്ട് ഓപ്പറേഷനുകൾ മുഴുവൻ സ്റ്റോപ്പ് ചെയ്യാനായിട്ട്, അതായത് കമാൻഡിംഗ് ഓഫീസ് തകരുകയാണ്, അവരുടെ ഫീൽഡ് ലെവൽ കമാൻഡ് ഓഫീസാണ് തകർത്തത്. അപ്പോൾ ആ ഭാഗത്തുള്ള ഗ്രൗണ്ട് ഓപ്പറേഷനുകൾ മുഴുവൻ സ്റ്റക്കായ, അതായത് സ്തംഭിച്ചു പോയ അവസ്ഥയിലേക്ക് എത്തിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു എന്ന് അൽഖസാം ബ്രിഗേഡ് ഏറ്റവും ഒടുവിൽ പുറത്തുവിട്ട വീഡിയോയിൽ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇതിനോടനുബന്ധിച്ച് മറ്റു ചില അവകാശവാദങ്ങളും അൽഖസാം ബ്രിഗേഡ് കഴിഞ്ഞ മണിക്കൂറുകളിൽ പുറത്തുവിട്ടിരുന്നു. അത് 71 സൈനിക വാഹനങ്ങൾ തകർക്കുകയും 16 സൈനികരെ പല ഘട്ടങ്ങളിലായി കൊല്ലുകയും ചെയ്തു എന്നാണ് അവർ പറയുന്നത്. 42ഓളം സൈനിക ഓപ്പറേഷനുകൾ 4 ദിവസം കൊണ്ട് ഞങ്ങൾ നടപ്പാക്കിയെന്നും അതുകൊണ്ട് ഇസ്രായേൽ സൈനികർക്ക് മാരകമായി വ്യാപകമായി പരിക്കുകൾ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നും അവർ അവകാശപ്പെടുന്നു. ഒരുപക്ഷെ ഈ ആക്രമണങ്ങൾ തുടർച്ചയായി കഴിഞ്ഞ 4 ദിവസമായി നടന്ന അൽഖസാം ബ്രിഗേഡ് അവകാശപ്പെടുന്ന ഈ കമാൻഡിംഗ് ഓഫീസ് അടക്കം തകർത്തുകൊണ്ടുള്ള ഈ ഒരു ആക്രമണത്തിന് പിന്നാലെ ആയിരിക്കണം അവിടെ നിന്ന് 5 സൈനിക ട്രൂപ്പുകളെ വേഗത്തിൽ, 5 സൈനിക ബ്രിഗേഡുകളെ വേഗത്തിൽ പിൻവലിക്കാനായിട്ട് ഇസ്രായേൽ തീരുമാനിച്ചത്. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം. എന്തായാലും സൈനിക ബ്രിഗേഡുകളെ പിൻവലിച്ചുകൊണ്ട് IDF യുദ്ധമുഖത്ത് നിന്ന് കുറച്ചെങ്കിലും പിന്മാറുമ്പോൾ അത് മറ്റൊന്നും കൊണ്ടല്ല, ഹമാസിന്റെ അല്ലെങ്കിൽ അൽഖസാം ബ്രിഗേഡിന്റെ ഇത്തരത്തിലുള്ള ശക്തമായ ആക്രമണത്തെ തുടർന്നാണ് എന്ന ചർച്ചകളാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. അതോടൊപ്പം IDF അവകാശപ്പെടുന്നത് പോലെ, ഇസ്രായേൽ സൈന്യം അവകാശപ്പെടുന്നത് പോലെ ഗസ പൂർണ്ണമായും അവരുടെ കൺട്രോളിലാണ് എന്ന വാദത്തിനും പ്രസക്തിയില്ല. അതോടൊപ്പം ഹമാസിനെ തകർത്ത് കളഞ്ഞു, തീർത്ത് കളഞ്ഞു, ടണലുകൾ മുഴുവൻ ഇവാക്യുവേറ്റ് ചെയ്തു, ടണലുകൾ മുഴുവൻ നശിപ്പിച്ചു, ബന്ദികളെ ഉടൻ കണ്ടെത്തുമെന്ന് പറയുന്നതിലും ഒരു കഴമ്പുമില്ല എന്നൊക്കെയാണ് അൽഖസാം ബ്രിഗേഡ് അവരുടെ വെളിപ്പെടുത്തലുകളിലൂടെ വ്യക്തമാകുന്നത്. എന്തായാലും ഇതിന് കൗണ്ടറായിട്ട്, ഇതിന് ബദലായിട്ട് ഇസ്രായേൽ സൈന്യമോ അല്ലെങ്കിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. അതായത് അൽഖസാം ബ്രിഗേഡ് അവകാശപ്പെടുന്ന, പുറത്തുവിടുന്ന വീഡിയോകൾ ഓരോന്നും എടുത്തിട്ട് ഇത് മുഴുവൻ തെറ്റാണ്, ഇങ്ങനെ സംഭവിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഇതൊക്കെ വ്യാജമാണ് എന്നൊന്നും ഒരു ക്ലെയിമും ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാത്തിടത്തോളം കാലം തന്നെ അൽഖസാം ബ്രിഗേഡ് അവരുടെ മേൽക്കൈ ഈ പ്രചാരണങ്ങളിൽ തുടരുകയാണ്. ഇതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. 90 ദിവസമാകാൻ പോകുന്നു. 48 മണിക്കൂറോ മറ്റോ ആണ് 90 ദിവസമാകാൻ ബാക്കിയുള്ളത്. ഇത്രയും സമയമായിട്ടും ലെബനനിലെ ഒരു ഹമാസ് തലവനെ, 3 ഹമാസ് തലവന്മാരെ കൊന്നു. അത് കൊല്ലപ്പെട്ടവർ ചില്ലറക്കാരല്ല, അവർ ഹമാസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ തന്നെയാണ്. അത് ഇസ്രായേൽ നേട്ടമായി തന്നെ അവതരിപ്പിക്കുന്നുണ്ട്, അതിൽ തർക്കവുമില്ല. പക്ഷേ ലെബനനിലാണ് സംഭവിച്ചത്. ഇപ്പോഴും ഗസയ്ക്കുള്ളിൽ ഈ കാര്യങ്ങൾ മുഴുവൻ ഓപ്പറേറ്റ് ചെയ്യുന്ന, ഈ ബന്ദികളെ മുഴുവൻ കൈവശം വെച്ച് ഈ ടണലുകളിലൂടെ കൊണ്ടുപോയി അവിടെ വെച്ചിരിക്കുന്ന, ഗസയിലെ കാര്യങ്ങൾക്ക് ഓപ്പറേഷന് നേതൃത്വം കൊടുക്കുന്ന അവിടുത്തെ ഹമാസിന്റെ ആളുകളെ, അൽഖസാം ബ്രിഗേഡിന്റെ തലവന്മാരെ ഒന്നും ചെയ്യാനായിട്ട് ഇസ്രായേലിന് സാധിച്ചിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായി തന്നെ നിൽക്കുകയാണ്. അതിൽ പിടിച്ചാണ് അൽഖസാം ബ്രിഗേഡ് ഓരോ ദിവസവും ഈ പറയപ്പെടുന്ന രീതിയിലുള്ള പ്രചാരണങ്ങൾ ഇസ്രായേലിനെതിരെ ശക്തമാക്കുന്നത്. വീഡിയോ പ്രചാരണങ്ങൾ, ഓഡിയോ പ്രചാരണങ്ങൾ, വെല്ലുവിളികൾ, പലതരത്തിലുള്ള ദൃശ്യങ്ങൾ, ഇവരുടെ ഓപ്പറേഷൻ പ്ലാൻ എന്താണ് എന്ന് വിശദീകരിക്കൽ തുടങ്ങിയവയൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ സൈനികർ പിന്മാറുന്ന സാഹചര്യവും ഉണ്ടായി. അതൊക്കെ നെതന്യാഹുവിനും IDFനും ഒരു തിരിച്ചടിയായിരിക്കുമ്പോഴാണ്, യുദ്ധം നിർത്തണമെന്ന ആവശ്യം എല്ലായിടത്തു നിന്നും ശക്തമാകുമ്പോഴാണ്, ഹമാസിനെ കേന്ദ്രീകരിക്കൂ, ബന്ദികളെ കേന്ദ്രീകരിക്കൂ എന്ന് അമേരിക്ക പോലും പറയുമ്പോഴാണ് 3 ഹമാസിന്റെ തലവന്മാരെ വധിച്ചു എന്നുള്ള കണക്കുകൾ ലെബനനിൽ നിന്ന് പുറത്തു വരുന്നത്. ബെയ്റൂത്തിലേക്ക് ഡ്രോൺ ആക്രമണം നടത്തി കൊന്നു എന്ന് ഇസ്രായേൽ സൈന്യം പറയുന്നത്, അല്ലെങ്കിൽ ഇസ്രായേൽ സൈന്യത്തിൻ്റെതായി അത്തരമൊരു നീക്കം നടന്നു എന്ന മട്ടിൽ വാർത്തകൾ വരുന്നത്. ഇപ്പോഴും ഇസ്രായേലിന്റെ മാധ്യമങ്ങൾ പരിശോധിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ പേജുകൾ പരിശോധിക്കുമ്പോൾ പൂർണ്ണമായും ഇത് ഇസ്രായേൽ ലെബനിലേക്ക് കടന്നു കയറി നടത്തിയ ഒരു ആക്രമണമാണ് എന്ന് അവർ പൂർണ്ണമായും സമ്മതിച്ചിട്ടില്ല എന്നുകൂടി കാണാം. അത്ര ശക്തമായിട്ട് ഞങ്ങൾ ലെബനിലേക്ക് പോയി കൊന്നു എന്ന് നെതന്യാഹുവും ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത്. പക്ഷേ അതുണ്ടാക്കുന്ന പ്രകോപനം ഹമാസിന് വളരെ വലുതാണ്. തങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു നേതാവ് കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഇനിയും ആക്രമണങ്ങൾ കടുപ്പിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ യുദ്ധം നിർത്തും, അല്ലെങ്കിൽ യുദ്ധം അവസാനിപ്പിക്കും, ഒരു വെടിനിർത്തൽ വരും എന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നവർക്ക് ഇനി അങ്ങനെ ചിന്തിക്കാനുള്ള ഒരു സാഹചര്യം ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. രക്തരൂക്ഷിതമാവുകയാണ് പശ്ചിമേഷ്യ, യുദ്ധത്തിന്റെ വ്യാപ്തി വർദ്ധിക്കുകയാണ്, ഹമാസും തിരിച്ചടികൾ ശക്തമാക്കുകയാണ്, ഇസ്രായേൽ വ്യോമാക്രമണം കടുപ്പിക്കുകയാണ്, നാശനഷ്ടങ്ങൾ വർദ്ധിക്കുകയാണ്, ടെൻഷൻ കൂടുകയാണ്. തീർച്ചയായും ഈ യുദ്ധം
വലിയ നാശത്തിലേക്ക് തന്നെ പോകും. അത് വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു എന്നത് ഈ ലോകത്തിന് തന്നെ ഒരു ദുസ്സൂചനയായി മാറുകയാണ്. യുദ്ധം എത്രയും വേഗം അവസാനിക്കട്ടെ എന്ന് തന്നെയാണ് പറയാനുള്ളത്. അതിനുവേണ്ടിയുള്ള ഇടപെടലുകൾ വൈകിയാൽ ഒരു പക്ഷേ പശ്ചിമേഷ്യ നിന്നു കത്തുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകും. ഇറാൻ അടക്കം ഇസ്രായേലിനെതിരെ കടുത്ത നിലപാടുമായി രംഗത്തെത്തുമ്പോൾ, ഇസ്രായേൽ വിരുദ്ധ ചേരിയും ശക്തമായി മുന്നോട്ട് പോകുമ്പോൾ അത് ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ ഇസ്രായേലിനും ചെറുതായിരിക്കില്ല. അങ്ങനെ ഇസ്രായേലിന് പ്രത്യാഘാതങ്ങൾ ഉണ്ടായാൽ വീണ്ടും അതിൻ്റെ പ്രത്യാക്രമണങ്ങൾ ഗസയിലേക്ക് ഉണ്ടായേക്കാം. സാധാരണക്കാരായ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ജനങ്ങൾ ഇനിയും മരിച്ചു വീണേക്കാം. കുട്ടികളും സ്ത്രീകളും ഒക്കെ ഇനിയുമേറെ കൊല്ലപ്പെട്ടേക്കാം. ദാരുണമായ ഒരുപാട് സംഭവങ്ങൾ വരാൻ പോകുന്നു എന്ന ആപൽക്കരമായ സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്.